Good afternoon, all. Good afternoon. Good afternoon. നമ്മള് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ, അതിന്റെ കുറച്ച് ഭാഗം എടുത്തു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു നിർത്തിയത് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി അല്ലേ, ഇതുവരേക്കുമാണ്. അതിന്റെ എല്ലാ പോയിന്റ്സും കംപ്ലീറ്റ് ആയിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ജോബ് സമ്മറി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ ഇത്. വിവിധ ഇതുകളിൽ പഠിച്ചത് തന്നെയാണ്. അപ്പൊ അത് ഒന്നിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒന്നിച്ച് തന്നെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കഴിഞ്ഞ ഓരോ ഇതുകളിലും അല്ലെ, അതിന്റെ ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ഒക്കെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സിൽ പഠിച്ചുപോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കംപ്ലീറ്റ് എന്ന് പറയുന്നത് 3 പോയിന്റ്സ് ഉണ്ടോ? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇല്ല, 2-3 പോയിന്റ്സ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. 2-3 പോയിന്റ്സ് ഉണ്ടോ നോക്കാം. എന്താണ് അതിന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കീസ് തീർച്ചയായിട്ടും ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് പോയിന്റ്സും കൂടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് നമ്മള് അവിടുത്തെ അല്ലെ മെഡിക്കൽ സെക്രട്ടറിയുടെ കുറച്ച് ഉത്തരവാദിത്തങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. അതില് മെയിൻ നെക്സ്റ്റ് ഓരോ ഇതുകൾ നിങ്ങൾക്ക് വായിച്ചു പോകുന്നതിനെ മെയിൻ ചെയ്തെടുക്കാവുന്നത് കൊണ്ട് ഞാൻ അധികം ഡിലേ ആക്കുന്നില്ല. അങ്ങനെ തന്നെ ഒന്നുകൂടെ ഇതിലുള്ളത് തന്നെ പറഞ്ഞു പോവുകയാണ്. എന്താണ് നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. നമ്മള് പറഞ്ഞു നിർത്തിയത് എത്രത്തോളമാണെന്ന് അറിയില്ല. എനിവേ ലാസ്റ്റ് കുറച്ച് പോയിന്റ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാണ്. അവിടെയുള്ള സ്റ്റോക്കുകളുടെ അത് എത്രത്തോളം ആ ഒരു ഇതുണ്ട്, ഓരോന്നിനും മതിയായ മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ വിവിധ ഇതുകളുണ്ട് അല്ലെ. ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളുടെയും മേൽനോട്ടം വഹിക്കുക എന്നുള്ള റോള് സെക്രട്ടറിക്കുണ്ട്. അപ്പൊ അവിടുത്തെ ഇൻവെന്ററി അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റോക്കുകളും ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം അവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് ചെയ്ത് വരുത്തേണ്ടതുണ്ട്. അത് എന്തെങ്കിലും എററുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതുണ്ട് എങ്കിൽ ഓക്കെ എന്ന് പറയുന്നത് അപ്ഡേറ്റ് പറഞ്ഞു പോവാം. അപ്പം അതിന്റെ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. എന്താ കീപ് പേഷ്യൻസ് മെയിൻറ്റെയിൻ ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. ഇവിടെ തുടങ്ങിയല്ലേ ഉദ്ദേശിച്ചത്? തന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, നമ്മുടെ അടുത്ത ഇത് പറയുന്നത് കീപ്സ് ഓഫീസ് എക്യുപ്മെന്റ് ഓപ്പറേഷണൽ ബൈ ഫോളോയിങ് ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻസ്. അതായത് അത് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ട ഓരോരോ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഇതേമാതിരിയുള്ള ഓഫീസ് എക്യുപ്മെന്റുകൾ എത്രത്തോളം അവൈലബിൾ ആക്കേണ്ടതുണ്ടോ അതനുസരിച്ചിട്ട് തന്നെ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മെയിൻറ്റെയിൻ ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതനുസരിച്ചിട്ട് തന്നെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതിന് എന്തെങ്കിലും എറർ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോബ് സമ്മറി ഓഫ് എ സെക്രട്ടറി അതെ ഇത് തന്നെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കുറച്ച് പോയിന്റ്സ് ഞാൻ എന്തായാലും പറഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഞാൻ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് ഞാൻ വായിച്ചു പോകാനായിട്ട് പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് പോയിന്റ്സ് ഞാൻ ഒന്നുകൂടി എടുത്തേക്കാം. എന്തായാലും നോക്കാം. ഇതില് ഞാൻ കുറച്ച് വീണ്ടും എടുത്തുകൊണ്ട് പോകാൻ, ഇത് വീണ്ടും എടുക്കേണ്ടാതെ വെക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു ഭാഗം തന്നെയാണ്. ഞാൻ ചിലപ്പോ റിപ്പീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്ത്, നിങ്ങളുടെ സമയം മാത്രമല്ല ഞങ്ങൾക്ക്
തീർക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് എടുത്തോളത്തോളം വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വെക്കുന്നത് ഇത് എളുപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഭാഗങ്ങളാണ്. അപ്പൊ കുറച്ചെന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് തുടങ്ങി പറഞ്ഞതില് ഇൻവെന്ററി കാര്യങ്ങളും എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളും ഒപ്പം തന്നെ എന്താണ് ക്വാളിറ്റി, അത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ ആ ഒരു ഗുണമേന്മ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന്, അത് ഇല്ല എങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഉത്തരവാദിത്വമെല്ലാം മെഡിക്കൽ സെക്രട്ടറിക്കാണ്. Then serves and protect the health care community by sticking professional standards. നമ്മളെ എപ്പോഴും ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ മെഡിക്കൽ ടെർമിനോളജി ഒരുപാട് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്തതാണ് അല്ലെ. അപ്പൊ എല്ലായിടത്തും എന്താണ് അതിൻ്റെതായിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് സ്റ്റാൻഡേർഡുകൾ എല്ലാം ഫിക്സ് ചെയ്തത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അത് കമ്മ്യൂണിറ്റിക്ക്, അതായത് അവിടെയുള്ള ആ ഒരു പൊതുജനങ്ങൾക്ക് നല്ല ഹെൽത്ത് ആരോഗ്യം സംരക്ഷിക്കുന്നതിന്, അത് ആരോഗ്യത്തിന് സേവനവുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലാണ് പ്രൊഫഷണൽസ് ഇതെല്ലാം തയ്യാറാക്കുന്നത്. അത് കൃത്യമായിട്ട് അവർക്ക് തന്നെ സെർവ് ചെയ്യാനായിട്ട് അവർക്ക് തന്നെ കമ്മ്യൂണിറ്റിക്ക് തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. Then updates job knowledge by participating in educational opportunities like reading professional publications. അതായത് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് തന്നെ സെക്രട്ടറി കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടായിരുന്നു. ഈ മെഡിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡ് ആയതുകൊണ്ട് ഏത് മേഖലകളിലും ആ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും അതേപോലെ തന്നെ റീഡിങ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസിൽ എല്ലാത്തിനും തന്നെ അദ്ദേഹം പങ്കാളിയാകേണ്ടതുണ്ട്. അതിൽ നിന്നും നോളജ് സമ്പാദിച്ചിട്ട് അതനുസരിച്ചിട്ട് തന്നെ അപ്ഡേറ്റ്സ് എല്ലാ ഭാഗത്തേക്കും മെഡിക്കൽ ഫീൽഡിലുള്ള ഏത് ഭാഗത്തേക്കും എന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവരണമെങ്കിൽ കാലാനുസൃതമായിട്ട് തന്നെ അപ്ഡേഷൻസ് ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി മെഡിക്കൽ സെക്രട്ടറിക്ക് ഉണ്ട് എന്നുള്ളതാണ്. Then keeps medical records, technical library and correspondence files. അതായത് ഇദ്ദേഹം എല്ലാ റെക്കോർഡ്സ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. അതിൻ്റെതായ എല്ലാ തരത്തിലുള്ള റെക്കോർഡ്സുകളും ഫയലുകളും എല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കണം. ഇൻ കേസ് അത് ചെയ്യുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം സ്വീകരിക്കേണ്ടതാണ്. നെക്സ്റ്റ് എന്താണ്, പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസ്. അതായത് നമുക്കറിയാം ഓരോ ഫിസിഷ്യൻസ് അവരുടെ മേൽനോട്ടത്തിലായിരിക്കും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെ. ഡോക്ടേഴ്സിന്റെ ഒക്കെ അവരുടെ മേൽനോട്ടത്തിലായിരിക്കും ആ പേഷ്യൻസിന് അതുമായി പേഷ്യൻസിൻ്റെതായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് തന്നെ അവര് വിലയിരുത്തേണ്ടതുണ്ട്. പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. അപ്പൊ ആ സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫിസിഷ്യന്റെ മേൽനോട്ടത്തിൽ നിർവഹിക്കുന്ന ഇത്തരത്തിലുള്ള മെഡിക്കൽ പ്രവർത്തനങ്ങളിലുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഭരണ നിർവഹണ അല്ലെങ്കിൽ എഴുത്തുകുത്ത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതെല്ലാം മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ചിലപ്പോൾ എടുത്തു പോയതായിരിക്കും. എനിവേ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വിട്ടുപോയ പോയിന്റ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. ഒക്കെ വ്യത്യസ്ത ക്ലാസ്സുകളിൽ എടുക്കുന്നത് കൊണ്ടും അവിടെയെല്ലാം കവർ ചെയ്ത് പോയത് കൊണ്ടും റിപ്പീറ്റ് ചെയ്ത് പോയതാണ്. ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും വായിച്ചിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക് എടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഈ ഭാഗത്ത് പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ എടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കുറച്ച് എടുത്തോന്ന് എനിക്ക് 2-3 പോയിന്റ്സ് നിങ്ങളുടെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഭാഗം നമ്മുടെ ടൈം അവൈലബിലിറ്റി അനുസരിച്ചിട്ട് മെഡിക്കൽ സെക്രട്ടറി ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ക്ലാസ് അല്ലെ ഒരു കുറച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ്സുകൾക്ക് ശേഷം ഇത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം.
നോക്കാം. ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഇത് എന്ന് പറയുന്നത് എന്താണ്, ജോബ് സമ്മറി ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. തീർച്ചയായിട്ടും സമയം അവൈലബിലിറ്റി അനുസരിച്ചുകൊണ്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ആ ഭാഗം. അപ്പൊ നോക്കുക, എന്താണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഔട്ട് പേഷ്യന്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് തുടങ്ങി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. നെക്സ്റ്റ് ഭാഗം, കഴിഞ്ഞ ഭാഗത്തിലെ ഡൗട്ടുകൾ ഒന്നുകൂടി ക്ലിയർ ചെയ്യാനായിട്ട് അവസരം തരാം. ഇനി ഇതിലെ എന്തെങ്കിലും ഡൗട്ടുകൾ അപ്പാപ്പ ക്ലിയർ ചെയ്ത് പോകാം. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എക്സിക്യൂട്ടീവിന്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, executive plays an important role in supervising the operations of the outpatient department in a hospital. There is a responsibilities includes. അതായത് നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അവിടെ കിടത്തി ചികിത്സ ഇല്ലാത്ത പേഷ്യൻസ് അല്ലെ, അപ്പൊ അവിടെ വന്ന് ചികിത്സയ്ക്ക് വന്ന് അവര് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അവിടെയും ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെതായ ചുമതലകളുണ്ട്. ആ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് അവിടെ വിവരിക്കുന്നത്. First one, managing the outpatient department staff. നമുക്കറിയാം ഓരോ ഡോക്ടേഴ്സിനെ കാണാനായിട്ട് പേഷ്യൻസ് വരുമ്പോഴും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും എന്താണ് ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകൾ എടുത്തു കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ അഡ്മിഷൻ സൗകര്യത്തിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അപ്പൊ മാനേജിങ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം എന്താണ് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരുപാട് സ്റ്റാഫുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം മാനേജ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റിയാണ് എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്. അതായത് റെക്കോർഡുകളെല്ലാം അല്ലെ, അത് നമുക്ക് അറിയാം ഓരോ ഡോക്ടറിനെയും കാണുന്നത് അനുസരിച്ചിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ടാക്കണം അല്ലെ. അപ്പൊ ആ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്ത് ഉണ്ടാക്കേണ്ടതും നടപടിയും ഉത്തരവാദിത്വവും ആരുടെയാണ്, എക്സിക്യൂട്ടീവിന്റെയാണ്. ഇതിന്റെ എല്ലാത്തിന്റെ ഒരു മാറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണ് അവരാണ് റെസ്പോൺസിബിൾ ആകുന്നത്. ആ ഒരു എക്സിക്യൂട്ടീവ് പവറിലുള്ള ആളുടെയാണ് ഏറ്റവും മേലധികാരിയായിട്ട് വരിക. അതുകൊണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ സ്റ്റാഫുകൾ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്നുണ്ടാവും. പക്ഷെ ഇത്തരം റെക്കോർഡ്സുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത്, എന്തെങ്കിലും മാറ്റേഴ്സുകളൊക്കെ വന്ന് എന്തെങ്കിലും രേഖപ്പെടുത്താതെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എക്സിക്യൂട്ടീവിന്റെയാണ്. നെക്സ്റ്റ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. അതായത് നമുക്കറിയാം ഡോക്ടേഴ്സിനെ ഇത്രത്തോളം പേഷ്യൻസിനെയൊക്കെ കാണാൻ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, വിസിറ്റ് അല്ല അവരെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് എത്രത്തോളം എന്നുള്ള അത് ഷെഡ്യൂൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം. Then coordinating with the other hospital department. അറിയാം ഹോസ്പിറ്റലാകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ചിലപ്പോൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ടായിരിക്കും നെക്സ്റ്റ് ഡോക്ടറിനെ കൂടി കാണാനുള്ള ഒരു സൗകര്യം ചെയ്ത് കിട്ടേണ്ടതായിട്ട് വരിക. അപ്പൊ അതെല്ലാം എന്താണ് ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ കാർഡിയോളജിസ്റ്റിനെ കാണുമ്പോഴായിരിക്കും ഒന്ന് പൾമനോളജിസ്റ്റിനെ കാണാം എന്നുള്ളത് ബോധ്യപ്പെടുക. അപ്പൊ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി എക്സിക്യൂട്ടീവ് പവറിലുള്ള വ്യക്തിക്കുണ്ട്. നെക്സ്റ്റ് എന്താണ് എൻഷുറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാം അവിടെ പേഷ്യൻസ് ആണ് വരുന്നത്, അവർക്ക് നല്ലൊരു സേവനം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം എക്സിക്യൂട്ടീവ് പവറുള്ള വ്യക്തിക്കുണ്ട്. മാനേജിങ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്. ഇപ്പൊ ബഡ്ജറ്റുമായി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിംഗ് കാര്യങ്ങളെല്ലാം അതിലെല്ലാം മേൽനോട്ടം വഹിക്കേണ്ട ഒരു പ്രധാന ഉത്തരവാദിത്വം എക്സിക്യൂട്ടീവ് പവറിലുള്ള വ്യക്തിക്കുണ്ട്. ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമുക്കറിയാം എന്തെങ്കിലും പോളിസീസ്, എന്തെങ്കിലും നിയമ നടപടികൾ അല്ലെ. ഇപ്പൊ നമുക്കറിയാം പുതിയ പുതിയ ആശയങ്ങൾ വികസിക്കുന്നതനുസരിച്ചിട്ട് തന്നെ പുതിയ പുതിയ നടപടിക്രമങ്ങളൊക്കെ കൊണ്ടുവരും. ഔട്ട് പേഷ്യന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി പുതിയ പുതിയ നടപടിക്രമങ്ങളെല്ലാം അത്തരത്തിലുള്ള നിയമ നടപടികളെല്ലാം സ്വീകരിക്കേണ്ടത്, വളർത്തിക്കൊണ്ടുവരേണ്ടത് എക്സിക്യൂട്ടീവ് പവറുള്ള വ്യക്തിയാണ്. Then ensuring smooth functioning of the outpatient department area. അതായത് നന്നായിട്ട് തന്നെ അവിടുത്തെ ഔട്ട് പേഷ്യന്റിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അല്ലെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് പോകുന്നുണ്ട്. അതല്ലെങ്കിൽ വിസിറ്റിംഗ് അവർക്ക് ഉപയോഗിക്കേണ്ട സമയക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും എക്സിക്യൂട്ടീവ് പവറുള്ള വ്യക്തിയാണ്. Then supervising appointment scheduling for a different consultant. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വ്യത്യസ്ത കൺസൾട്ടന്റിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ മേൽനോട്ടം അല്ലെ.
അതും നിർവഹിക്കേണ്ടത്. ചില കേസുകളിൽ ചിലപ്പോൾ ചില ടെസ്റ്റും കാര്യങ്ങളും വിധേയമാക്കുമ്പോൾ റിപ്പോർട്ടൊന്നും കൃത്യസമയത്ത് ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു മേൽനോട്ടം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും മറവ് സംഭവിക്കാതിരിക്കുന്ന തരത്തിലുള്ള മേൽനോട്ട ചുമതല വഹിക്കേണ്ടതും എക്സിക്യൂട്ടീവ് പവറുള്ള വ്യക്തിയാണ്. ദെൻ ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. നമുക്കറിയാം ഓരോ ഡോക്ടേഴ്സിന് നമുക്ക് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നത് മാത്രമേ തന്നെ ഡോക്ടേഴ്സ് പേഷ്യൻസിനെ നല്ല രീതിയിൽ തന്നെ സർവീസ് അവരുടെ ആ ഒരു സേവനം കാഴ്ചവെക്കാനുള്ള വർക്കിംഗ് അല്ലെ നമ്മുടെ പശ്ചാത്തലങ്ങളൊക്കെ ഒരുക്കി വെക്കേണ്ടതുണ്ട്. അതൊക്കെ അനുവദനീയമായ രീതിയിൽ നമുക്കറിയാം കാർഡിയോളജിസ്റ്റൊക്കെ ചിലപ്പോൾ കാണുന്നതിന് മുമ്പ് തന്നെ അവരവരുടെ മുമ്പ് തന്നെ പ്രഷറും കാര്യങ്ങളും ചിലപ്പോൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും കാണാൻ പറയുന്നത്. അപ്പൊ അവർക്ക് മുന്നോടിയായിട്ടുള്ള ആ മാറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ദെൻ ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെ അവരുടെ എക്സിക്യൂട്ടീവ് പവറിലുള്ളവരെല്ലാം ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കുന്നു. കൃത്യമായിട്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത ഡോക്ടറുടെ സേവനമാണെന്നുള്ള ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിച്ച് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. Then deal with the complicated issues and reporting to the manager. നമുക്കറിയാം പേഷ്യൻസും അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഡീൽ ചെയ്ത് അല്ലെ പരിഹരിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ സമയത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെ കുറച്ച് നേരത്തെ വന്നവരാണ് നമ്മളെയൊക്കെ പിന്നീട് വന്നവർക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കിട്ടി എന്നൊക്കെ പറയുമ്പോഴെന്താണ് അവർക്ക് ഒരു ഇഷ്യൂ ആണ് അല്ലെ ഒരു പ്രോബ്ലം ആണ്. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഡീൽ ചെയ്യണം. ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, എന്തെന്നും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട മാനേജറിലേക്ക് കൃത്യമായിട്ട് അറിയിക്കേണ്ടതുണ്ട്. Then ask greeting a patient and visitors. നമുക്കറിയാം എക്സിക്യൂട്ടീവ് പവറുള്ള വ്യക്തി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി എല്ലാവരെയും തന്നെ നല്ല രീതിയിൽ തന്നെ അഭിവാദനങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. Then directing them to the appropriate professionals. നമുക്കറിയാം കൃത്യമായിട്ടുള്ള എല്ലാ പ്രൊഫഷണൽസും അവര് തൊഴിലുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി നൈപുണ്യം ഉള്ളവരായിരിക്കും. അവരെ ചില കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും എറർ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ തന്നെ അവർക്ക് ഡയറക്ഷൻ കൊടുക്കണം, വഴികാട്ടിയായിട്ട് നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ദെൻ രജിസ്റ്ററിങ് ന്യൂ പേഷ്യൻസ്. അപ്പൊ പുതിയ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ നന്നായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. അതെല്ലാം എന്താണ് ഇവരുടെ എക്സിക്യൂട്ടീവ് പവറിലുള്ളവരുടെ ഉത്തരവാദിത്വം, അവരുടെയാണ് മേലധികാരി. അതുകൊണ്ട് തന്നെ അവരാണ് മെയിൻ ആയിട്ട് റെസ്പോൺസിബിൾ ആവുന്ന പേഴ്സൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. അതായത് നമുക്കറിയാം ഏതൊരു പുതിയ ആശയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്കും മീറ്റിങ്ങുകൾ അല്ലെ എക്സിക്യൂട്ടീവ് പവറിലുള്ളവരെ മീറ്റിങ്ങുകൾ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിലെല്ലാം പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ് പുതിയ കാര്യങ്ങൾ എപ്പോഴും എന്താണ് അവരുടെ പേഷ്യൻസിന്റെ ഹെൽത്ത് മാത്രമല്ല അവിടെയുള്ള സ്റ്റാഫിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്ന നല്ല രീതിയിലുള്ള പരിപാലിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ചു കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളത്. ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. അതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി അല്ലെ നമ്മുടെ പുതിയ നടപടിക്രമങ്ങളെല്ലാം കൊണ്ടുവരേണ്ടതുണ്ട്. Then furthermore, the outpatient department executive is accountable for checking that everything in the outpatient department area is in its correct place and ensuring that there are no items left over by the previous shift receptionist. അതായത് ഇതിൽ പറയുന്ന ഒരു കാര്യം വേറൊരു കാര്യം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സിക്യൂട്ടീവ് പദവിയിലുള്ള വ്യക്തി മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സൂപ്പർവൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അത് ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളെല്ലാം അവരുടെ കൂടെയൊക്കെ ആയിട്ട് വെച്ചിട്ട് പോകാനൊന്നും പാടില്ല. അത് കൃത്യമായിട്ടുള്ള പ്ലേസിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നത് ഈ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം ഷിഫ്റ്റ് ഡ്യൂട്ടികളായിരിക്കും അല്ലെ, ഓരോരോ ടൈമുകൾ ഷെഡ്യൂൾ അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ പ്രീവിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഡ്യൂട്ടി അത് കൃത്യമായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ സ്ഥലത്ത് തന്നെയാണ് സാധനങ്ങളെല്ലാം വെച്ച് ചെയ്തിട്ട് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞേക്കണേ എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാർഡിയോളജിസ്റ്റ് ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ പ്രഷറും അല്ലെങ്കിൽ ഹൈറ്റും വെയിറ്റും അത് കാർഡിയോളജിസ്റ്റ് മാത്രമാവണമെന്നല്ല, മറ്റേ ഏതൊരു ഫിസിഷ്യൻസോ ഏതൊരു ഡോക്ടേഴ്സ് ആണെങ്കിലും
അവര് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സ്കാനിങ് റിപ്പോർട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലതായിട്ട് ചില ടെസ്റ്റുകളും കാര്യങ്ങളും ഷുഗറിൻ്റെതായ എന്തെങ്കിലും നടപടികളോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് മുൻകൂട്ടി ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടും കൊണ്ടും വേണം ചിലപ്പോൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ. ആ ഒരു പ്രവർത്തനം നടത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, പ്രഷർ നോക്കുന്നതോ വെയിറ്റ് നോക്കുന്നതുമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. അത് കൃത്യമായിട്ടുള്ള പ്ലേസുകളിൽ തന്നെ ആയിരിക്കണം അത് വെക്കേണ്ടത് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു എക്സിക്യൂട്ടീവ് പവറുള്ള വ്യക്തി അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെല്ലാം വെക്കേണ്ട സ്ഥലത്ത് തന്നെയാണോ ഈ എക്യുപ്മെന്റ്സ് എല്ലാം അല്ലെങ്കിൽ വസ്തുക്കളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. The next പറയുന്നത് they direct patients to the payment counter to make their case paper, ensuring a smooth and efficient process. നമുക്കറിയാം എന്തെങ്കിലും പേപ്പറുകളൊക്കെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ചില ഇതല്ലേ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് എന്തെങ്കിലും ചിലപ്പോൾ ഇൻഷുറൻസ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് തന്നെ അത് പേയ്മെന്റും കാര്യങ്ങളൊന്നും ശരിയാക്കി കൊണ്ടുപോകണം പറ്റിയെന്ന് വരില്ല. അപ്പൊ അവര് ഏത് വഴിക്ക് ഏത് വ്യക്തിയെ കണ്ട് നിയമാംശങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ കൂടി അവർക്ക് വ്യക്തമായിട്ടുള്ള രീതി ആ കേസ് അല്ലെങ്കിൽ ആ കാര്യം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ആ പേപ്പർ വർക്കുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ഷൻ ആരാണ് കൊടുക്കുന്നത്? എക്സിക്യൂട്ടീവ് പവറിലുള്ള വ്യക്തിയാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ഓവറോൾ ദ outpatient department executive is necessary for ensuring that the outpatient department runs efficiently, providing high quality care to patients while also managing costs and maintaining a regulatory compliance. അതായത് നമുക്ക് അറിയാം നടപടിക്രമങ്ങൾ എപ്പോഴും ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഔട്ട് പേഷ്യന്റുമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ എപ്പോഴും എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? നമ്മുടെ പേഷ്യൻസിന് നല്ല ഹൈ ക്വാളിറ്റിയോടുകൂടിയുള്ള സംരക്ഷണം സുരക്ഷ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് നടപ്പാക്കി കൊണ്ടുപോകുന്നത് എന്ന് മസ്റ്റായിട്ട് നല്ല കാര്യക്ഷമമായിട്ട് അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്ന് മസ്റ്റായിട്ടും ഉറപ്പുവരുത്തേണ്ട ഒരു ഡ്യൂട്ടി ആർക്കാണെന്ന് പറയുന്നത്? നമ്മുടെ എക്സിക്യൂട്ടീവ് പവറുള്ള വ്യക്തിയുടെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റേത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഗം തന്നെയാണ് അല്ലെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വലിയ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകാം. എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു കിട്ടിയാൽ കേട്ടോ. മെമ്മറിയിൽ അങ്ങനെ കിടക്കും. എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, ആരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് പഠിക്കാനുള്ളത് എങ്കിലും നമ്മുടെ മൈൻഡിലേക്ക് വരും. അത് എന്താണെന്നുള്ള കാര്യം പുറത്ത് വെക്കാൻ എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ജോബ് സമ്മറിയുടെ ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. ഈ കൗൺസിലറിന്റെ ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമുക്ക് നോക്കാം. എ പേഷ്യന്റ് കൗൺസിലർ, ഓൾസോ നോൺ ആസ് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിസണർ, is a healthcare professional who works closely with the patients and their families to extend emotional support, education and advocacy. അതായത് നമ്മൾ കൗൺസിലർ അല്ലെ, എവിടെയും കൗൺസിലർമാരുടെ എന്താണ് രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കൗൺസിലർ ഇവിടെ പേഷ്യന്റ് കൗൺസിലർ എന്ന വ്യക്തിയെ മറ്റൊരു പേരുകളിലൊക്കെ അറിയപ്പെടാം പേഷ്യന്റ് അഡ്വക്കേറ്റ്. അതായത് നീതിന്യായ കാര്യങ്ങളെല്ലാം നിർബന്ധിച്ചു അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ പേര് കൗൺസിലറാണ്. അതായത് നിയമമാർഗങ്ങളല്ലേ, നിയമവശങ്ങൾ, പേഷ്യന്റ് ലിസൺ, അതേപോലെ തന്നെ നമ്മളോട് ഫാമിലി മെമ്പറിനെ പോലെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ത് കൗൺസിലറുടെ. അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഈ കൗൺസിലിനെ അറിയപ്പെടാം. ഒന്നാമതായിട്ട് പേഷ്യന്റ് കൗൺസിലറിന് അറിയപ്പെടുന്ന പേരുകളാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ്, പേഷ്യന്റ് ലിസൺ, ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who works closely with the patient and their families to extend emotional support, education and advocacy. അതായത് ഇതിൽ പറയുന്നത് നമ്മൾ അവിടെ പേഷ്യൻസിനെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെല്ലാം എന്താണ് നല്ലൊരു സപ്പോർട്ട് പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് കൗൺസിലർ. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ, അതായത് അവർക്ക് എന്തെങ്കിലും വിവരം അല്ലെ, നമുക്ക് എല്ലാത്തിനെ കുറിച്ച് നോളജ് ഉണ്ടാവണമെന്നില്ല എല്ലാ പേഷ്യൻസിനും. അപ്പൊ അതിന്റെ അറിവുകൾ, ഓരോ ചികിത്സാ സംബന്ധവുമായി ബന്ധപ്പെടുന്ന വരുന്ന അറിവുകൾ, എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം പകർന്നു കൊടുക്കേണ്ട ഒരു വ്യക്തിത്വം കൗൺസിലറുടേതാണ്. അതോടൊപ്പം തന്നെ അഡ്വക്കസി, നമുക്കറിയാം ഇന്നിപ്പോ ക്രിട്ടിക്കൽ കെയർ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കേസ് ഒക്കെ വരുമ്പോൾ നിയമവശങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും പേഷ്യൻസിന് പെട്ടെന്ന് അറിയണമെന്നില്ല അല്ലെ. അവരുടെ ഫാമിലിക്കോ
ആർക്കും വ്യക്തമായിട്ട് അതിന് അറിവ് കിട്ടണമെന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നിയമവശങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു റോളാണ് കൗൺസിലറുടേത് എന്നുള്ളതാണ്. ഈ നെക്സ്റ്റ് സെന്റൻസ്, the job description of a patient counselor normally includes the following responsibility. അവരുടെ ജോബ് അനുസരിച്ചിട്ട് താഴെ പറയുന്ന ഉത്തരവാദിത്തങ്ങളാണ് പറയുന്നത്, കൗൺസിലിന്റെ ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. നമുക്കറിയാം ഒരു ഇമോഷണൽ ഇല്ലേ, ഒരു വൈകാരിക ബന്ധം ആരാണ്, കൗൺസിലറാണ് കാഴ്ചവെക്കുന്നത്. The patient counselor is accountable for providing emotional support to the patients and their families, hearing their concerns and helping them deal with their diagnosis or illness. അതായത് നമുക്കറിയാം ഒരു രോഗാവസ്ഥ അത് എപ്പോഴും എല്ലാവർക്കും ഒരേപോലെയല്ല, വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് അവർക്ക്, ചിലർക്ക് എപ്പോഴാണ് പിടിപെടുന്നതെന്നൊന്നും അറിയില്ല. അപ്പൊ ഏത് രോഗം വരുമ്പോഴും അവർക്ക് അതുമായി ബന്ധപ്പെട്ടാണ് ചികിത്സ തേടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അവരുടെ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു രോഗാവസ്ഥയിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾക്കെല്ലാം അവർക്ക് ഒരു എന്താ പറയുക മാനസികമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. രോഗനിർണയം നടത്തുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ എന്താണ് ഈ ഒരു പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് സാമ്പത്തിക വശങ്ങളെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ ഈ കൗൺസിലറിന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം, ഒരു സപ്പോർട്ട്, ഒരു സഹായം പേഷ്യൻസിന് കൊടുക്കണം. ആൻഡ് ഫാമിലീസ്, അവരുടെ ഫാമിലിക്ക് കൊടുക്കണം. ഹിയറിംഗ് ദെയർ കൺസേൺസ്, അവരുടെ എല്ലാ വശത്തു നിന്നും അവർക്ക് എന്താണ് അറിയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. ആൻഡ് ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദെയർ ഡയഗ്നോസിസ് ഓർ ഇൽനെസ്. അങ്ങനെ അവർക്ക് രോഗനിർണയത്തിനും അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു സഹായകനായിട്ട് വർത്തിക്കുക എന്നുള്ളതാണ് കൗൺസിലറുടെ പ്രധാനപ്പെട്ട റോൾ. നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. നോക്കാം. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options and other sides of their care. അതായത് ചികിത്സ അല്ലെ, നമുക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ നമുക്കറിയാം പുതിയ പുതിയ നൂതന ചികിത്സാ രീതികൾ തന്നെ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലിക്ക് അതിന്റെ ചിലപ്പോൾ രോഗനിർണയത്തിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ പല പല മാർഗങ്ങൾ ഉണ്ടാവും ആ ട്രീറ്റ്മെന്റ് നടത്താനായിട്ട്. അതിന്റെ ഓപ്ഷൻസിനെ കുറിച്ചായിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാവാൻ, പിന്നീട് ഭാവിയിൽ ഇത്തരം പ്രോബ്ലംസ് വരാം. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൊല്യൂഷൻ ഉപയോഗിച്ച് ആ ട്രീറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ, ആ ഒരു എന്താ പറയുക അറിവ് പ്രദാനം ചെയ്യേണ്ടത് ഇതൊരു ഫാമിലി മെമ്പേഴ്സിനോടാണെങ്കിലും പേഷ്യൻസിനോടാണെങ്കിലും ആ ഒരു അറിവ് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ചുമതല കൂടി ആർക്കുണ്ട്, കൗൺസിലർക്ക് ഉണ്ട് എന്നുള്ളതാണ്. By educating patients and family പറയുന്നത് the patient counselor is accountable for educating patients and their families about their diagnosis, treatment options and other sides of their care. Okay, അതിന്റെ രോഗനിർണയത്തെ കുറിച്ച് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ഫാക്ടേഴ്സുകൾ വീണ്ടും ഭാവിയിലൊക്കെ വരാൻ പറ്റുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നല്ല രീതി ഇതാണെന്നൊക്കെയുള്ള ഇത് മനസ്സിലാക്കി വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് എന്താണ്? അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. ഇതിൽ പറയുന്നത് the patient counselor is accountable for advocating for a patient and their families, helping them navigate the healthcare system and making sure that their needs are met. അതായത് നമുക്കറിയാം അല്ലെ, ഒരു അഡ്വക്കേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് നിയമവശങ്ങൾ അല്ലെ, ആ പേഷ്യൻസിന് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് ആ ഒരു ഡയറക്ഷൻ അത് എത്തിച്ചു കൊടുക്കേണ്ട വ്യക്തിത്വവും ആർക്കാണ്? കൗൺസിലർക്കാണ്. The patient counselor is accountable for advocating for patients and their families. ആ പേഷ്യൻസിന് മാത്രമല്ല, ചിലപ്പോ നമുക്കറിയാം ഒരു ആക്സിഡന്റ് കേസുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പേഷ്യൻസിനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലെ. അപ്പൊ അത് ഫാമിലി ഉള്ള മെമ്പേഴ്സിനോടൊക്കെ ആയിരിക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നത്. ഹെൽപ്പിംഗ് ദം, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ ആരോഗ്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും മാറ്റേഴ്സുകളൊക്കെ നിർവഹിച്ചു പോകേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ് ഫിസിഷ്യൻസ് ഡോക്ടേഴ്സിന്റെ അവരുടെയൊക്കെ സൈനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിയമവശം എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടാവും. അതെല്ലാം വ്യക്തമായിട്ട് എന്താണ് ഇവർക്ക് അല്ലെ പേഷ്യൻസിനോ റിലേറ്റീവ്സിനോ അറിയണമെന്നില്ല. അതെല്ലാം വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു വശം ആർക്കാണ്? കൗൺസിലർക്കാണ്. Then providing resources.
ഇതിലെന്താ പറയുന്നത്? The patient counselor is accountable for providing patients and their families with the resources and information about the support groups, financial assistance, and other services that may be available to them. നമുക്കറിയാം, സാമ്പത്തികമായിട്ട് ഞെരുക്കമുള്ള കുറെ വ്യക്തികളും പേഷ്യൻസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലും അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ലൊരു സാമ്പത്തിക ആവശ്യകത ഉണ്ടാവുന്ന കുറെ രോഗങ്ങളൊക്കെ ഉണ്ടാവും, നീണ്ടു നിന്ന് ചികിത്സിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം എന്താണ് ചില സഹായങ്ങൾ കിട്ടുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസികളിലൊക്കെ ഉണ്ടാവും ഇന്ന സാമ്പത്തിക സഹായം, ഈ രോഗവുമായി ബന്ധപ്പെട്ട ഇന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊന്നും എല്ലാ പേഷ്യൻസിനും അറിയണമെന്നില്ല അല്ലെ. അപ്പൊ അവര് ആ ഒരു റിസോഴ്സസ്, ആ ഒരു മാർഗം, ആ ഒരു വിഭവശേഷി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി ഓരോ പേഷ്യൻസിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഒക്കെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് കൗൺസിലറിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് ഇനിയാണെങ്കിലും ആരാണെങ്കിലും അറിയില്ലെങ്കിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിയമവിഷയങ്ങളും അതുമാതിരി തന്നെ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി ഇരിക്കേണ്ടത് കൗൺസിലറുടെ കയ്യിൽ നിന്നാണ്. പ്രൊവൈഡിങ് റിസോഴ്സസ് അതെല്ലാം മനസ്സിലാക്കി കൊടുക്കേണ്ടത് കൗൺസിലറുടെ ഡ്യൂട്ടിയാണ്. Then coordinating care. The patient counselor is accountable for organizing care between healthcare providers and ensuring that patients receive the essential services and treatment. അപ്പൊ നമ്മൾക്ക് അറിയാം, നല്ലൊരു സേവനം കാഴ്ചവെക്കുമെങ്കിൽ എല്ലാം അല്ലെ ഓർഗനൈസേഷനില് എല്ലാ തരത്തിലുള്ള ഹെൽത്ത് കെയറുകളിൽ നിന്നും നമുക്കറിയാം, ചില ഡോക്ടേഴ്സിനെ കാണുമ്പോഴായിരിക്കും മറ്റു പ്ലേസുകളിലേക്ക് അല്ലെ മറ്റ് ടെസ്റ്റുകൾക്ക് വിധേയമാകണം, ആ ടെസ്റ്റിന്റെ റിപ്പോർട്ട് കാണുമ്പോഴായിരിക്കും വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെടേണ്ടൊക്കെ വരുന്നത്. അപ്പൊ അവരെയെല്ലാം എന്താണ് ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത വരികയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് എങ്ങനെ കൗൺസിലറാണ് ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി തരിക. എന്താണ് ഓർഗനൈസിംഗ് കെയർ ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് എൻഷുറിംഗ് that the patient receive the essential service and the treatment. അവര് നല്ല സേവനം ആ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ നല്ല ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസിംഗ് കെയറോട് കൂടിയിട്ട് അല്ലെ സംഘടനാപരമായിട്ടുള്ള രീതിയിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുമ്പോൾ നല്ലൊരു ട്രീറ്റ്മെന്റ് കെയർ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതും കൗൺസിലറുടെ ഡ്യൂട്ടിയാണ്. Then developing care plan. ഇതിലെന്താ പറയുന്നത്? The patient counselor is accountable for developing care. ഇത് നിങ്ങൾ എന്തായാലും ഇത് ജസ്റ്റ് ഇത് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലായി പോകും. അപ്പൊ ഏത് പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കല്ലേ, അത് പ്രത്യേകം എടുത്തൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ തീർച്ചയായിട്ടും തന്നെ വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൂടി വരും. കോർഡിനേറ്റിംഗ് നടത്താൻ പറ്റുന്നുണ്ട്, അവര് അഡ്വക്കസി ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്. എന്നൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് തീർച്ചയായിട്ടും കയറി വരും. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. ഇതിലെന്താ പറയുന്നത്? പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ developing care plans for patients, which include identifying their requirements and goals and working with the healthcare providers to make sure that these needs are met. അതായത് നമുക്കറിയാം ഒരു എന്തെങ്കിലും അല്ല, ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കാണാൻ മാത്രമല്ല ചിലപ്പോൾ പേഷ്യൻസ് വരുന്നത്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും അഡ്വൈസറി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഡയഗ്നോസ് അവരുടെ സംശയങ്ങൾ ഡൗട്ടും ക്ലിയർ ആയി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും മാറ്റേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ പേഷ്യൻസുകൾ എപ്പോഴും ചിലപ്പോൾ വന്നിരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ആവശ്യത്തിനെ മീറ്റ് ചെയ്യാനായിട്ട് പ്രാപ്തമായിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അത് അനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് പേഷ്യന്റ് കൗൺസിലറിന്റെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. Patient counselor is accountable for developing care plans for patients, which include identifying their requirements and goals and working with the healthcare providers to make sure that these needs are met. അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ലേ, അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പിന് ആവശ്യമായിട്ടുള്ള മതിവരാവുന്ന കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പേഷ്യൻസിന് എന്താ പറയുക പ്രൈമറി ചികിത്സ കൊടുത്ത് അല്ലെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് അവർക്ക് ട്രീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട് എങ്കിലാണ് അവർക്കത് ചെയ്തു പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും നടപടികൾക്ക് പ്രോബ്ലം ഉണ്ട് എങ്കിൽ അത് പരിഹരിച്ചു കൊണ്ടുപോകേണ്ടത് കൗൺസിലറുടെ ഡ്യൂട്ടി തന്നെയാണ്. Then monitoring progress.
The patient counselor is accountable for monitoring patients' progress, evaluating their needs, and making adjustment to their care plan as necessary. അതായത് നമ്മൾ എന്തെങ്കിലും എപ്പോഴും നമ്മൾ എന്താ എവാലുവേറ്റ് ചെയ്യണം അല്ലെ, അവിടെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എന്താണ് കൗൺസിലറും എവാലുവേറ്റ് ചെയ്യണം അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളിൽ ആ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എവാലുവേറ്റ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആയിരിക്കും ചിലപ്പോ ഒരു പക്ഷെ ഒരു റിസൾട്ട് മാത്രം കാണിക്കാൻ വേണ്ടി വന്നതായിരിക്കും ഒരു ഏതെങ്കിലും പേഴ്സൺസ് അല്ലെ. അപ്പൊ അത് ചിലപ്പോ ഒരുപാട് അത് റിസൾട്ട് കിട്ടിയിട്ട് വേണമായിരിക്കും മറ്റേതെങ്കിലും സെന്ററുകളിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അടുത്ത ഡോക്ടറിന്റെ വിസിറ്റ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ടി വരിക. അപ്പൊ എന്താണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം അത് നന്നായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ കാണേണ്ട ഡോക്ടറിനെ കാണിച്ച് റിപ്പോർട്ട് ഒന്ന് വിലയിരുത്തേണ്ടതൊക്കെ ആയിട്ട് വരും. അതിനുള്ള സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് കൗൺസിലറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു, overall the role of a patient counselor is to extend the support and advocacy for a patient and their families. അവർക്കെല്ലാം നല്ല നിയമവശമായിട്ടും അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ആണെങ്കിലും, അതായത് വിവരങ്ങൾ അറിയാത്തവരാണെങ്കിൽ വിവരങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ നിയമവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ സാമ്പത്തിക വശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടീവ് റോളാണ് പൊതുവെ കൗൺസിലറുടെ റോൾ എന്ന് പറയുന്നത്. ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദേ റിസീവ് ഹൈ ക്വാളിറ്റി കെയർ. എപ്പോഴും ഒരു നാവിഗേറ്റ് അല്ലെ നമ്മള് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ അത് നയിച്ചുകൊണ്ട് പോകേണ്ടത് എന്താണ്, നല്ല ഒരു ക്വാളിറ്റി കെയർ, നല്ലൊരു സേവനം ആണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നുള്ള ഉറപ്പ് വരുത്തേണ്ട ഒരു ഡ്യൂട്ടി കൗൺസിലറുടേതാണ്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, empathy and deep understanding of healthcare systems and service are necessary for the success in this role. അദ്ദേഹത്തിന് ഈ ഒരു കാര്യം അല്ലെ കൃത്യമായിട്ട് തന്നെ നല്ല ഒരു സർവീസ് കാഴ്ചവെച്ച് പോകണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതായത് നല്ല ആശയവിനിമയം നടത്താനുള്ളത്, പേഷ്യൻസിന്റെ മാറ്റേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള സപ്പോർട്ടോ അതല്ലെങ്കിൽ നിയമവശങ്ങളോ അതല്ലെങ്കിൽ സാമ്പത്തിക വശങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിഷ്യന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അത് കൃത്യമായിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ നല്ല ആശയവിനിമയത്തിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഒരു എളിമയും ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനോഭാവം ഒക്കെ ഇവരുടെ ഇതിനോട് ചേർന്ന് അല്ലെ വൈകാരികമായിട്ട് ഇവരോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, എന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചെയ്തോട്ടെ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത് തന്നെയാണ് അതിന്റെ ഫോർത്ത് ആൻഡ് ഫോർത്ത് പ്രൊവൈഡിങ് റിസോഴ്സസ്. റിസോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭവങ്ങളാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, അവിടെ ഒരു സാമ്പത്തികമായിട്ട് ഞെരുക്കമുള്ള പേഴ്സൺസ് ഒക്കെ പേഷ്യൻസ് ആയിട്ട് വരും അല്ലെ. അപ്പൊ ആ സാമ്പത്തിക ഞെരുക്കമുള്ള വ്യക്തികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ ഏതെങ്കിലും ഫേമുകളോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക പ്രധാനമന്ത്രി കാര്യാലയോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് കാര്യാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വിഭവശേഷി, അത് സാമ്പത്തിക വിഭവശേഷി അതൊക്കെ കൃത്യമായിട്ട് പേഷ്യൻസിനെ അറിയിക്കുക എന്നുള്ള ഒരു കൗൺസിലറുടെ ഡ്യൂട്ടിയാണ് ഇവിടെ പറയുന്നത്. പ്രൊവൈഡിങ് റിസോഴ്സസ്. The patient counselor is accountable for providing patients and their families, patients അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് with resources and information about the support groups, financial assistance and other services. മറ്റേതെങ്കിലും ചിലപ്പോ സാമ്പത്തിക സഹായമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റുമായിട്ടായിരിക്കും അല്ലെ, ഡയാലിസിസ് ഒക്കെ 1-2 നടത്തുന്നതിന് ഫ്രീ ആയിട്ട് നടത്തുന്നതിനുള്ള സൗകര്യം, അതല്ലെങ്കിൽ ഫണ്ടായിട്ടായിരിക്കും, ക്യാഷ് ആയിട്ട് റെഡി ക്യാഷ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഉണ്ട് പേഷ്യൻസിന് അനുകൂലമായിട്ടുണ്ട് എങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കൗൺസിലറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് 6th പോയിന്റ് അല്ലേ,
Developing care plans. Sorry, okay. Coordinating care എന്ന് നമുക്കറിയാം കോർഡിനേറ്റ് ചെയ്യണം അല്ലെ, ഏകോപിപ്പിച്ച് കൊണ്ടുപോകണം നമ്മള് ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ കൂടി നമ്മൾ പല ഡോക്ടേഴ്സിനെയും കണ്ടുപോകാനൊക്കെ ആയിട്ടായിരിക്കും പേഷ്യന്റ് ഉദ്ദേശിച്ച് വരുന്നത്. അതല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അവരേതെങ്കിലും ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് വരുമ്പോൾ അതിന്റെ റിസൾട്ട് ഇന്ന ഒരു ഡോക്ടറിനെ കാണിക്കണം എന്നൊക്കെ പറയും. ചിലപ്പോൾ കാർഡിയോളജിസ്റ്റ്, ചിലപ്പോൾ ഫിസിഷ്യനെ കാണിക്കണമെന്നോ, അല്ലെങ്കിൽ ഫിസിഷ്യൻ ചിലപ്പോൾ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കണമെന്നോ, അങ്ങനെ ഏതെങ്കിലും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. The patient's counselor is accountable for organizing care between healthcare providers and ensuring that the patient receive the essential service and treatment. അപ്പൊ ഈ ഓർഗനൈസേഷനിൽ ഉള്ളിൽ തന്നെ എന്താണ്, വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവരുടെ സർവീസ് ഒരു പേഷ്യന്റിന് തന്നെ കൊടുക്കേണ്ടി വരുമ്പോൾ അത് കോർഡിനേറ്റ്, അത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അത് നല്ലൊരു സേവനം ഈ ഒരു പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഉറപ്പുവരുത്തേണ്ട ഒരു ഡ്യൂട്ടി ആരുടേതാണ്, അത് നമ്മുടെ കൗൺസിലറുടെ ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഒന്നുമില്ല എങ്കിലും കണ്ടിന്യൂ ചെയ്യാം. ഒരു ഭാഗം കൂടി തീർക്കാനുണ്ട്. ഇതാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു ഭാഗം തന്നെയാണ്. കാരണം ഫ്രണ്ട് ഓഫീസിൽ പറഞ്ഞ ഒരു റിസപ്ഷനിസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന കുറെ ഘടകങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ജസ്റ്റ് നോക്കാം. എന്താണ് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. നമുക്കറിയാം ക്ലിനിക്കൽ അല്ലാത്ത ഡ്യൂട്ടികളും അവിടെയുണ്ട് അല്ലെ. റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ ചികിത്സയും അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളല്ല, എന്താണ് പേഷ്യൻസിന്റെ കുറച്ച് മാറ്റേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയും ഡോക്ടേഴ്സിനെ കാണാനുള്ള ഒരു സൗകര്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന പ്രധാന ഡ്യൂട്ടിയൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കാം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽസ് need a range of skills to effectively do their roles. അതായത് അവരുടെ ഡ്യൂട്ടികളാണ്. ക്ലിനിക്കൽ അല്ലാത്തവരുണ്ട്, അവരവരുടെ ഡ്യൂട്ടികളെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് നിർവഹിക്കേണ്ടതുണ്ട്. അവർക്ക് നല്ലൊരു പങ്കും ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലേ, നമ്മൾ റിസപ്ഷനിസ്റ്റിനെ കണ്ടായിരുന്നു. ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ആ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് അവർക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കഴിവുകളാണ് ഇവിടെ താഴെ പറയുന്നത്. സം കീ സ്കിൽസ് ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ്. അവർക്ക് ഉണ്ടായിരിക്കേണ്ട ചില നിശ്ചിത കഴിവുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മളെല്ലാത്തിലും പറയുന്ന മാതിരി നല്ല ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെ. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് നെസസറി ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ടു എഫിഷ്യന്റ്ലി ഇന്ററാക്ട് വിത്ത് പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. അതായത് നല്ല രീതിയിൽ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനുണ്ടായിരിക്കണം. ദേ ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് എംപതറ്റിക്കലി ബോത്ത് വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ്. അതായത് നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഒപ്പം തന്നെ എന്താണ്, എല്ലാവരോടും അല്ലെ ഒരു മര്യാദ കാണിക്കുക, എല്ലാവരോടും എന്താ പറയുക, നമ്മൾ ഇതിൽ പഠിച്ച മാതിരി ക്ഷമയോടും സഹാനുഭൂതിയോടും ഒക്കെ പെരുമാറാനായിട്ടുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. ബോത്ത് വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ്. ചിലർക്ക് എന്താണ് നമ്മുടെ വെർബലി തന്നെ നമുക്ക് സംസാരിച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അവർ പറയുന്ന ഇൻഫോർമേഷൻസിന് റിട്ടേൺ ആയിട്ട് നമ്മൾക്ക് തന്നെ, അതായത് ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ മറുപടി പറയാൻ സാധിക്കും. ചിലർക്ക് എന്താണ് റൈറ്റിംഗ് അല്ലെ, എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ രൂപത്തിൽ തന്നെ നേരിടേണ്ടതുണ്ടാവും. അത് അവർക്ക് റിട്ടേൺ ആയി തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്കില്ല് പ്രധാനമായിട്ടും നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് സ്കില്ല്. കസ്റ്റമർ സർവീസ് സ്കില്ലും നമ്മൾ ഇതുമാതിരി കസ്റ്റമർ എന്താണെന്നുള്ളതും അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് പഠിച്ചതായിരുന്നു. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ആക്ട് ആസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അതായത് നമുക്കറിയാം അങ്ങനെയുള്ള സ്റ്റാഫുകളാണ് പ്രധാനമായിട്ടും ആദ്യം തന്നെ ഈ പേഷ്യൻസിനെല്ലാം കോൺടാക്ട് ചെയ്യുന്നത്. ദേ ഷുഡ് മെയിൻറ്റെയിൻ എക്സലന്റ് കസ്റ്റമർ സർവീസ് സ്കിൽസ്. അവർക്ക് നല്ല ഒരു അല്ലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. which include the ability to be calm and composed on difficult situations, handle inquiries and complaints and provide a positive and welcoming environment. അതായത്
നമ്മളെ അന്നൊക്കെ വ്യക്തമാക്കി പറഞ്ഞത് എന്താണ്, നല്ല കാം ആൻഡ് ക്വയറ്റോട് കൂടി തന്നെ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യണം. അവരെ കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം. തിരിച്ച് വ്യക്തമായ ഭാഷയിലെല്ലാം മറുപടി കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ കേൾക്കുക, അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടതുണ്ട്. ആൻഡ് പ്രൊവൈഡ് പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയറമെന്റ്. അതായത് എല്ലാവരെയും നല്ല വിനയത്തോടു കൂടി, നമ്മൾ അന്ന് പറഞ്ഞിരുന്നു രാജാക്കന്മാരെ പോലെ വിനയത്തോടു കൂടിയിട്ട് അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായം അവർക്ക് ജനിപ്പിച്ച് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ലൊരു കസ്റ്റമർ സർവീസ് അവർക്ക് പ്രദാനം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആരാണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റേതാണ്. നെക്സ്റ്റ് എന്താണ്? ഓർഗനൈസേഷൻ സ്കിൽസ്. അവർക്കുണ്ടായിരിക്കുന്ന മറ്റൊരു കഴിവെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്കില്ലാണ്. എന്താണ്? ഹോസ്പിറ്റൽ സാറ് ഫാസ്റ്റ് പേസ്ഡ് എൻവയറമെന്റ്സ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മള് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിരുന്നല്ലേ, ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്താണ് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ ഒപ്പം എൻക്വയറിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടാവും, ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും. ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. അതിനിടയ്ക്കായിരിക്കും ചിലപ്പോൾ എമർജൻസി കേസുകൾ വരുന്നത്. അപ്പൊ അത് എല്ലാം തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഹോസ്പിറ്റലാവുമ്പോൾ ടൈമിന് ഭയങ്കര അല്ലെ, പേഷ്യൻസിനൊക്കെ കൊണ്ടുവരുമ്പോൾ അവരെ സമയത്തിന് എത്തിക്കുമ്പോൾ ഇത്രയും സമയത്തിന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്താലാണ് അവരുടെ അതിന് അല്ലെ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ വരികയുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ചില കാര്യങ്ങളെല്ലാം അത് ഓർഗനൈസേഷൻ ചെയ്യേണ്ടതുണ്ട്. ഏതിന് ആദ്യം പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ളത് അതാണ് പറയുന്നത്. ഹോസ്പിറ്റൽസ് ആർ ഫാസ്റ്റ് പേസ്ഡ് എൻവയറമെന്റ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരുപാട് ടാസ്കുകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വരും. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് സ്ട്രോങ് ഓർഗനൈസേഷൻ സ്കിൽസ് ടു മാനേജ് their workload, priorities, tasks and meet deadline. അതായത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് വർക്ക് ലോഡുകളൊക്കെ ഇങ്ങനെ കൂടി വരുമ്പോൾ ഏത് ടാസ്കിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതാണ് പിന്നെ പിന്നെ ചെയ്യാമെന്ന് വെക്കേണ്ടത് എന്നുള്ളതെല്ലാം ഓർഗനൈസ് ആ ഒരു ചട്ടക്കൂടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അത് ഫസ്റ്റ് തന്നെ ആ ഡ്യൂട്ടി നിർവഹിക്കുക. അതിനുശേഷം മറ്റ് ഏതാണോ അതിന് അടുത്ത് ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഓർഗനൈസേഷൻ ചെയ്ത് അവരവരുടെ ഡ്യൂട്ടികൾ നിർവഹിക്കേണ്ട ഒരു പ്രത്യേക കഴിവ് കൂടി ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? ടെക്നോളജി സ്കില്ല്. നമുക്കറിയാം ടെക്നോളജി അല്ലെ, നൂതനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ ടെക്നോളജിയുടെ ആ മെഷീൻ കാര്യങ്ങളൊക്കെ പഠിക്കാം, അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. എന്താണ്? proficiency in using different computer applications, electronic health record systems and other healthcare technology is a vital for non-clinical staff. അതായത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള നല്ല അറിവ് അല്ലെ. എന്ത് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏത് പ്ലേസുകളിലാണെങ്കിലും അവർക്ക് അവരുടേതായ ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് അത് നന്നായിട്ട് തന്നെ ഉപയോഗപ്രദമാക്കിയാലാണ് സ്പീഡിലി അവർക്ക് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് മസ്റ്റായിട്ട് ടെക്നോളജിയുടെ സ്കില്ല് ആവശ്യമാണ്. ദേ ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് ടെക്നോളജി ആൻഡ് willing to learn new systems as required. പുതിയ സിസ്റ്റംസ് ഒക്കെ ആവശ്യമുണ്ടായാൽ അത് നേടിയെടുക്കാനായിട്ട് വില്ലിങ് ആയിരിക്കണം. ഒപ്പം തന്നെ എന്താണ് നല്ല എന്താ പറയുന്ന ഒരു നല്ലൊരു നോളജ്, നിലനിൽക്കാൻ പറ്റുന്ന ഒരു നോളജ് ടെക്നോളജിയെ കുറിച്ചിട്ട് അവർക്ക് ഉണ്ടായിരിക്കണമെന്നാണ്. നെക്സ്റ്റ് എന്താണ്? പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഇതിലും നമുക്കറിയാം അവിടെ ഒരുപാട് പ്രോബ്ലംസ് സിറ്റുവേഷൻ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായെങ്കിൽ അതും ക്ലിയർ ഔട്ട് ചെയ്യേണ്ടത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് മേ ഫേസ് വേരിയസ് ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് വൈൽ എക്സിക്യൂട്ടിംഗ് ദിയർ ഡ്യൂട്ടീസ്. അവരവരുടെ ഡ്യൂട്ടി നിർവഹണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചലഞ്ചസ് വ്യത്യസ്ത തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വരും. നമുക്കറിയാം പേഷ്യൻസ് ഒക്കെ ഡിഫറെന്റ് കാറ്റഗറിയിലുള്ളവരാണ്. അപ്പൊ അവരെ എല്ലാവരെയും നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ അവര് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് സോൾവ് ചെയ്ത് പോകാനുള്ള ഒരു പ്രത്യേക കഴിവ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ഇവാലുവേറ്റ് സിറ്റുവേഷൻസ് ആൻഡ് ഫൈൻഡ് അഡ്വക്കേറ്റ് സൊല്യൂഷൻസ് ഈസ് വാല്യുബിൾ ഇൻ എൻഷുറിംഗ് സ്മൂത്ത് ഓപ്പറേഷൻസ് ആൻഡ് അഡ്രസ്സിംഗ് ഇഷ്യൂസ് കോൺഫ്ലിക്റ്റ്. അതായത് നമുക്കറിയാം ആ ഒരു സിറ്റുവേഷൻ അത് വിലയിരുത്തിയിട്ട് നല്ലൊരു സൊല്യൂഷൻ, നല്ലൊരു അനുകൂലമായിട്ടുള്ള നടപടി അവർക്ക് മനസ്സിൽ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ അല്ലെ, അത് എത്ര പെട്ടെന്നോ പരിഹരിക്കാമോ അത്രയും പെട്ടെന്ന് തന്നെ ആ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാല് പരിഹരിച്ചു പോകേണ്ടതുണ്ട്. എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്.
കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ഹാവ് എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. ഇപ്പൊ നമുക്കറിയാം നമ്മള് ഫ്രണ്ട് ഓഫീസിലൊക്കെ കൊടുക്കുമ്പോൾ ഇൻഫോർമേഷൻസ് അവരെ ഒരുപാട് അവരുടെ ഹിസ്റ്ററീസ് ഒക്കെ വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് തന്നെ പ്രൈവസി ആയിട്ട് അത് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റിക്ക് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, കീപ്പിംഗ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡേറ്റാസ്. അതായത് അവരെ സത്യസന്ധമായിട്ട് വെളിപ്പെടുത്തുന്ന, മറ്റുള്ളവരെ അറിയിക്കരുതെന്ന് ഉള്ള രീതിയിലുള്ള ഡാറ്റാസ് അത് എപ്പോഴും പ്രൈവസി ആയിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതായത് ധാർമ്മിക മൂല്യങ്ങളെല്ലാം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ അവരുടെ കാര്യനിർവഹണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. അതായത് നമുക്കറിയാം ഒരു ടീമായിട്ട് തന്നെ ഇവർക്ക് വർക്ക് അല്ലെ, അവിടെ എപ്പോഴും ഇതുകളൊന്നും സംഭവിക്കാൻ പാടില്ല. അവിടെ സഹപ്രവർത്തകരുടെ ഇടയിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് വർദ്ധിക്കേണ്ടതാണ്. ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഡിസിപ്ലിനറി സെറ്റിംഗ്സ് that need collaboration among various departments and staff members. നമുക്കറിയാം ഒരുപാട് വർക്കേഴ്സ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ എല്ലാം എന്താണ്, ഒരു സഹപ്രവർത്തകർ ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ തന്നെ വലിയ നല്ല ഫ്ലോയോട് കൂടി സ്മൂത്ത് ആയിട്ട് തന്നെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നടന്നു പോകുള്ളൂ അല്ലെ. എവിടെയെങ്കിലും ഒരു ഇതുകൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ആ ഫ്ലോ അല്ലെങ്കിൽ ഒന്ന് ഒരുപോലെ പോകുന്ന ആ ഫ്ലോക്ക് എന്തെങ്കിലും നിറവ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ സഹപ്രവർത്തകർ എല്ലാവരും തന്നെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് in an effective manner as part of a team, communicate and coordinate with the colleges and donate a positive working environment. അതായത് അവിടെ നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് ഉണ്ടാകണമെങ്കിൽ എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ സഹവർത്തിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, അങ്ങനെ വരുമ്പോഴെന്താണ് പോസിറ്റീവ് വർക്കിംഗ് എൻവയൺമെന്റ് അവിടെ സിറ്റുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ the healthcare industry is continually evolving and non-clinical staff should be adjustable to change in procedures, policies and technology. അതായത് നമ്മൾക്ക് അറിയാം ചില അല്ലെ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ പറഞ്ഞു എല്ലാ പേഷ്യൻസും വ്യത്യസ്ത കാറ്റഗറിയിലുള്ളവരൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് അപ്പൊ അവരോട് എന്താണ് ചിലപ്പോൾ നമ്മളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആ ഒരു രീതികളിൽ നിന്നെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടതായിട്ട് വരും അവരെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അവരോട് ഒരു വിനിയോഗം അതൊക്കെ വേണമെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ അപ്രോച്ചുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. The healthcare industry is continually evolving and non-clinical staff should be adjustable to change in procedure, policy and technology. അതോടൊപ്പം തന്നെ ചില നിയമ നടപടികളെല്ലാം ചിലപ്പോൾ ചില പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ചേഞ്ച് ചെയ്ത് വരേണ്ടതായിട്ട് വരും. They should be open to learning new skills and approach to remain updated with their roles. അതായത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ചില ചേഞ്ചസുകളെല്ലാം ഇവർ വരുത്തേണ്ടതായിട്ട് വരും. അതും നന്നായിട്ട് തന്നെ വരുത്തിക്കൊണ്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോൺ ആദ്യം എടുക്കണോ അല്ലെങ്കിൽ എൻക്വയറി സംസാരിക്കണോ അല്ലെങ്കിൽ പ്രൈവസി ഇതിനാണ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞു. ഇപ്പൊ ചില ചേഞ്ചസുകൾ ചിലപ്പോൾ ചില റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചിലതിനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടതൊക്കെ ആയിട്ട് വരും. അതനുസരിച്ചിട്ട് ആ ശീലങ്ങളിലെ വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് എംപതി ആൻഡ് കമ്പാഷൻ. Although non-clinical staff may not give a direct medical care, they often interact with the patients who may be in difficulty or facing challenging situations. അതായത് നമുക്കറിയാം ചില ഇതുകളല്ലേ സിറ്റുവേഷൻസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചലഞ്ചിങ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളി നിറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി, സിമ്പതി ആൻഡ് സെൻസിറ്റിവിറ്റി towards the patient's requirements and emotion is necessary for providing supportive environment. അതായത് നല്ലൊരു അന്തരീക്ഷം കെട്ടിപ്പടുത്തുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവരോട് നല്ല സിമ്പതിയോടും അതല്ലെങ്കിൽ നല്ല കരുണയും വിനയത്തോടും കൂടിയൊക്കെ പേഷ്യൻസിനോട് ഇടപെടുമ്പോഴെന്താണ് നല്ല രീതിയിൽ തന്നെ അവിടെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്കിംഗ് നന്നായിട്ട് നടന്നുകൊണ്ടുവരാനായിട്ട് സാധിക്കും.
അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അവർക്ക് ഒരു എമ്പതി, ഒരു സഹാനുഭൂതിയും ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കഴിവും കൂടിയാണ് ഇവരുടെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ ആ ഒരു സ്കില്ലിൽ പറയുന്ന മറ്റൊരു കഴിവ്. എന്താണ്, ഓൾസോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് മേ നോട്ട് ഗീവ് ഡയറക്റ്റ് മെഡിക്കൽ കെയർ. അവര് ഡയറക്റ്റ് മെഡിക്കലായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഓഫൺ ഇന്ററാക്ട് വിത്ത് പേഷ്യൻസ് ഹു മേ ബി ഇൻ ഡിഫിക്കൽറ്റി ഓർ ബേസിക് ഹെൽത്ത് ചലഞ്ചിങ് സിറ്റുവേഷൻസ്. പക്ഷെ അവരാല് ഇവർക്ക് എന്താണ് കുറച്ച് വെല്ലുവിളികളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ. ഇവരെ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോടാനൊന്നും പറ്റില്ല. അവർക്ക് അവരുടെ ആ ഡ്യൂട്ടി ഇതനുസരിച്ചിട്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തിട്ടാണ് അവർക്ക് അവരെ ഡോക്ടറിന്റെ ഒക്കെ അടുത്ത് കാണിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ സിറ്റുവേഷൻസ് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്യണം. അത് വിനയത്തോടും എളിമയോടും ക്ഷമയോടും കൂടി തന്നെ ഡീല് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കണം. ദെൻ കൾച്ചറൽ എന്താ പറയുന്നത്, ഹോസ്പിറ്റൽസ് സെർവ് ഡൈവേഴ്സ് പേഷ്യൻസ് പോപ്പുലേഷൻസ് വിത്ത് ഡിഫറെന്റ് കൾച്ചർ ബാക്ക്ഗ്രൗണ്ട്സ്. Non-clinical staff should possess a cultural competence, understanding and respecting various cultural practices, beliefs and values to give inclusive and patient centered care. നമുക്കറിയാം പല സംസ്കാരങ്ങളും അല്ലെ പല വിശ്വാസങ്ങളും എല്ലാം ഉള്ള പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പൊ അവരുടെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരിക രീതികളോ ഒക്കെ വരുമ്പോഴെന്താണ് ഇവര് അതിനോട് ഒരു പൊരുത്തപ്പെട്ടു പോകേണ്ടതായിട്ട് വരും. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ അതനുസരിച്ചിട്ട് അവരോട് റെസ്പെക്റ്റും അവരോട് ബഹുമാനവും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മാത്രമേ അവരിൽ നിന്ന് നല്ല നല്ല ഇൻഫോർമേഷൻസ് ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഏത് തന്നെ കൾച്ചറിലുള്ള വ്യക്തികളാണെങ്കിലും അവരോട് നല്ല രീതിയിൽ തന്നെ ഒരു കൈകാര്യം ചെയ്യാനായിട്ട് നല്ല ഒരു രീതിയിൽ തന്നെ ബഹുമാനാർത്ഥം തന്നെ പെരുമാറാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനുണ്ടായിരിക്കണം. These are just some of the skills that non-clinical staff in hospitals should possess to contribute to the efficient functioning of the healthcare facility and provide excellent support to patient and clinical staff. അതായത് ഇത്തരത്തിലുള്ള കുറെ കഴിവുകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ നന്നായിട്ട് അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ട് എങ്കിൽ നല്ല കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഒപ്പം തന്നെ എന്താണ് ക്ലിനിക്ക് അവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം എന്താണ് നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ട് ഒന്നിച്ചു നിന്ന് നല്ലൊരു സേവനം ആർക്ക് നമ്മുടെ പേഷ്യൻസിനെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. എനിക്കറിയാം ഇത് എത്തിപ്പോയത് ഇത്തിരി ഫാസ്റ്റാന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഡൗട്ടുകളുണ്ടെങ്കിലും ചോദിക്കാം. നമ്മളവിടെ നേരത്തെ വിവരിക്കാൻ കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട്. എന്തെങ്കിലും അതായത് ആ ഒരു ക്ലാസ് ജസ്റ്റ് കേട്ടു നോക്കിയാൽ എനിക്ക് തോന്നുന്നു കേൾക്കുമെന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. മെഡിക്കൽ സെക്രട്ടറിയുടെ ഏത് ഭാഗത്താണ് ഡൗട്ട് പറഞ്ഞത് എന്ന് പറയാം. Medical secretary will execute duties specific launch. നമ്മുടെ ജോബ് സമ്മറി നമ്മൾ ഇവിടെയല്ലേ എടുത്തത്. ജോബ് സമ്മറി ആൻഡ് ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് അല്ലേ ജോബ് സമ്മറിയുടെ കാര്യം പറഞ്ഞത്. ഓക്കെ,
ഓക്കെ, എവിടെയാണ് നമ്മൾ ജോബ് സമ്മറിയുടെ ആണോ ഭാഗത്താണോ ഡൗട്ട് പറഞ്ഞത്? നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ജസ്റ്റ് നിങ്ങൾ അത് കൊണ്ടുവരിക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. Last line, the job description of a patient counselor normally including the following responsibility. This is strong communication skills, empathy, and a deep understanding of a healthcare system and service are necessary for success in this role. അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എംപതിയും അല്ലെങ്കിൽ നല്ല ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും ഉണ്ടായെങ്കിൽ നല്ല രീതിയിൽ തന്നെ സേവനം എല്ലാവർക്കും കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എനിക്ക് വ്യക്തമാക്കാൻ പറ്റുന്നില്ല പ്രോപ്പർ ഫിഗറിംഗ് എന്നുള്ളത്. പേഷ്യൻസിന്റെ ജോബ് സമ്മറി ആൻഡ് പേഷ്യന്റ് കൗൺസിലറിന്റെ അതില് നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കാം ഏത് ഭാഗത്താണെന്നുള്ളത്. ജോബ് സമ്മറി സെക്രട്ടറിയുടെ അവസാനത്തെ ലൈൻ പ്രോപ്പർ കൂട്ടി തുടങ്ങുന്നതിന്റെ സെന്റൻസ് ഇല്ല. ജോബ് സമ്മറി സെക്രട്ടറി മെഡിക്കൽ സെക്രട്ടറിയുടെ അവസാനത്തെ ലൈൻ കിട്ടിയില്ല. സെക്രട്ടറിയുടെ medical secretary, executive specific knowledge of providing historic. പ്രോപ്പർ കൂട്ടി എന്താ തുടങ്ങിയ? ഞാൻ പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോപ്പർ ഉള്ള പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസ്. ഇനി എന്തിലാണ് അതാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ കണ്ടിന്യൂവേഷൻ എടുത്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും വെച്ച് നോക്കിക്കോളും. എന്തായാലും ഇതിന്റെ കണ്ടിന്യൂവേഷൻ എന്തായാലും അതിൽ എടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇനി വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അറിയാം. ഓക്കെ, എവിടെ തുടങ്ങിയാണ് എടുത്തേന്നുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു മാം.